ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ ഫാർമസി കോംപ്ലക്സിന് ശാപമോക്ഷമാകുന്നു. വൈദ്യുതി ലഭിച്ചാൽ ഫാർമസി ഈ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കാൻ കഴിയും. മുൻ MLA ES ബിജിമോളുടെ പ്രാദേശിക വികസന ഫണ്ടിൽപ്പെടുത്തി 70 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഫാർമസി കോംപ്ലക്സ് നിർമ്മിച്ചത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ഫാർമസി പ്രവർത്തിച്ചിരുന്നത് പഴയ കെട്ടിടത്തിലായിരുന്നു. ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് മുൻ MLA ES ബിജിമോൾ 90 ലക്ഷം രൂപ അനുവദിച്ചത്. സമയബന്ധിതമായി കെട്ടിടം പണി പൂർത്തിയാക്കുകയും ചെയ്തു. വയറിംഗും പ്ലംബിംഗും ബാക്കിയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോംപ്ലക്സ് ഉദ്ഘാടനവും നടത്തി. ഉദ്ഘാടന സമയത്ത് വയറിംഗിനും പ്ലംബിംഗിനും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് വരികയും വാഴൂർ സോമൻ MLA വിജയിക്കുകയും ചെയ്തു. എന്നാൽ അനുവദിച്ച ഫണ്ടിന്റെ തുടർ നടപടി നടക്കാതെ വന്നതോടെ കോംപ്ലക്സ് നോക്കുകുത്തിയായി. ഇടുക്കി വിഷൻ വാർത്തകൾ ഫാർമസി കോംപ്ലക്സിന്റെ ദുരവസ്ഥ നിരവധി തവണ വാർത്തയാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും വയറിംഗും പ്ലംബിംഗും പൂർത്തിയാക്കുകയും ചെയ്തു. പുതിയ ഫാർമസിയും ലാബിന്റെയും കെട്ടിടത്തിലെ വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. വൈദ്യുതിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ താമസിയാതെ അതിന്റെ ഉദ്ഘാടന പ്രവർത്തനം നടത്താം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഫാർമസി ബ്ലോക്ക് മാറുമ്പോൾ അവിടെ പാലിയേറ്റീവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിനുമാണ് ആലോചിച്ചിട്ടുള്ളത്. പുതിയ ബ്ലോക്കിലേക്ക് ഫാർമസി കോംപ്ലക്സ് മാറുന്നതോടെ ആശുപത്രിക്ക് പുതിയ മുഖം കൈവരും. ആധുനിക രീതിയിലുള്ള ഫാർമസിയും ലാബുമാണ് ഈ ബ്ലോക്കിൽ സജ്ജമാക്കിയിരിക്കുന്നത്. വൈദ്യുതി കൂടി ലഭിച്ചാൽ ഉടൻ തന്നെ ലാബും ഫാർമസിയും ഇവിടേക്ക് മാറും. ഫാർമസി പുതിയ ബ്ലോക്കിലേക്ക് മാറുന്നതോടെ നിലവിലെ ഫാർമസി കെട്ടിടം പാലിയേറ്റീവിന് വിട്ടുകൊടുക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.